ഒരു 3-4 ഇയേഴ്സൊക്കെ മുന്നേ ഈ വെയിലത്തൊക്കെ പോവാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അഹങ്കാരം പിടിച്ച കാര്യമായിരുന്നു. ഫ്രണ്ട്സൊക്കെ വെയിലത്തൊക്കെ പോവാൻ മടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുട പിടിച്ചിട്ടേ വെയിലത്തൊക്കെ പോവുള്ളൂ എന്ന് പറയുന്ന സമയത്ത്, അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു അഹങ്കാരം എവിടെയോ ഉണ്ടായിരുന്നു. അധികം വൈകാതെ തന്നെ സ്കിന്ന് നല്ല രീതിയിൽ പണിയാൻ തുടങ്ങി. സ്കിൻ ഡാമേജ്, സ്കിൻ ടാനിങ്ങും പിഗ്മെന്റേഷനും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ സ്കിൻ കെയർ റൂട്ടീനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ അറിയാൻ തുടങ്ങിയത്. ഫ്രണ്ട്സൊക്കെ വഴി കുറച്ച് പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ അറിയുന്നു. പക്ഷെ അപ്പോഴും പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. കാരണം ഡെയിലി റുട്ടീനിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന കുറച്ച് മാറ്റങ്ങളില്ലാതെ എന്ത് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടും കാര്യമില്ല എന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മാറ്റിവെച്ചത് എൻ്റെ കുറച്ച് ശീലങ്ങളാണ്. അതിലാദ്യം തന്നെ ഒഴിവാക്കിയത് ഈ വെയിലത്തൊക്കെ പോകുന്ന കാര്യം തന്നെയാണ്. പിന്നെ നല്ല രീതിയിൽ സ്വീറ്റ്സ്, ഷുഗർ കഴിക്കുന്ന ഒരാളായിരുന്നു. ജാഗരി, ജിലേബി അങ്ങനെ ബേക്കറി ഐറ്റംസ് ഒക്കെ നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ അതുപോലെ എണ്ണക്കടികളും എണ്ണ പലഹാരങ്ങളും നന്നായിട്ട് കഴിക്കുമായിരുന്നു. പിന്നെ ചായ, നല്ല മധുരത്തിലും കടുപ്പത്തിലും ചൂടിലൊക്കെ നല്ല ചായ കുടിക്കാൻ ഇഷ്ടമായിരുന്നു. നല്ലൊരു ചായ അഡിക്റ്റ് ആയിരുന്നു ഞാൻ. ദിവസം ഒരു 5 6 ചായ കുടിക്കുമായിരുന്നു. ആൻഡ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഒന്ന് മാറ്റിവെച്ചു. ചായയൊന്നും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. ദിവസം ഒരു 5 6 ചായ എന്നുള്ള രീതിയിൽ നിന്ന് 1 2 ചായ. ആൻഡ് ഇപ്പോൾ ചായ ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്ന രീതിയിലേക്ക് ആക്കിയെടുത്തു. അതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ് ആണ് നാൽപ്പാമരാതി കേരം, ദിനേശ വല്യാതി കേരം ആൻഡ് ഏലാതി കേരം. നാൽപ്പാമരാതി കേരത്തിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള തൈലങ്ങളാണ് ദിനേശ വല്യാതി ആൻഡ് ഏലാതി കേരം. നിങ്ങളുടെ സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ അൺഈവൻ സ്കിൻ ടോണിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന 3 തൈലങ്ങളാണിത്. ആൻഡ് അതുപോലെ ഞാൻ കൂടുതൽ പോസ്റ്റിംഗ് പോയ സമയത്ത് ഒരു തെറാപ്പിസ്റ്റ് പറഞ്ഞു തന്ന ടിപ്പായിരുന്നു ഈ ഞവര ഫേസ് പാക്ക്. അതും നല്ല രീതിയിൽ സ്കിന്നിനെ റീജുവനേറ്റ് ചെയ്യുന്ന, ഡാമേജിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ എൻ്റെ സ്കിന്നിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് സ്കിൻ കെയർ റുട്ടീൻസ്. അപ്പം ഈ വെയിലത്തൊക്കെ പോകുന്നത് ഒരു അഹങ്കാരമായിട്ട് കണക്കാക്കുന്ന ഫ്രണ്ട്സ് ഇപ്പോഴും നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞോളൂ. ഇനിയും അത് ശീലമാക്കുകയാണെങ്കിൽ സ്കിന്ന് നല്ല രീതിയിൽ ഡാമേജ് ആവാൻ, സ്കിന്ന് നല്ല രീതിയിൽ പണി തരാനുള്ള ചാൻസസ് ഉണ്ട്. സോ എഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ, നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്കിന്നിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ വിതൗട്ട് നോ ഡൗട്ട് യു ക്യാൻ ഗോ ഫോർ ദിസ്. താങ്ക് യു.